ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇന്നത്തെ ചിന്തയ്ക്ക് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ആത്മീക ദരിദ്രർ, പുവർ ഇൻ സ്പിരിറ്റ്. സ്തോത്രം. വായിച്ചു കേട്ട വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിന് അവകാശികളായിരിക്കുന്നവർക്ക് വേണ്ടുന്ന ഒരു ഗുണത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം എല്ലാവരും ദൈവരാജ്യത്തിൽ പോകണം എന്നാഗ്രഹിച്ച് അതിനുവേണ്ടി സ്തോത്രം നമ്മളാൽ ആവുന്നത് ചെയ്യുന്നവരാണ്. സ്തോത്രം. എങ്കിൽ അവർക്ക് വേണ്ടിയ ഒരു പ്രധാന ക്വാളിറ്റി ഇവിടെ പറയുന്നുണ്ട്: ബി പുവർ ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ദരിദ്രർ ആയിരിക്കണം. നമുക്കറിയാം, ഈ വേദഭാഗം എടുത്തിരിക്കുന്നത് സ്തോത്രം മലമേലുള്ള പ്രസംഗം, അതായത് ബിയാറ്റിറ്റ്യൂഡിൽ നിന്ന് എടുത്തിട്ടുള്ള ആദ്യത്തെ ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അവിടെ കണ്ടീഷണൽ ബ്ലെസ്സിങ് ആണ്. കണ്ടീഷണൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇന്നത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് ലഭിക്കും. നിങ്ങൾ ആത്മാവിൽ ദരിദ്രർ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കും. ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ്. നമുക്ക് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് മാനസിക ഒരു സന്തുലിതാവസ്ഥ ലഭിക്കുന്ന ഒരു കാര്യത്തെയാണ് കുറിച്ചാണ് ഇവിടെ ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഇഫ് വി മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ദെൻ വി വിൽ ഗെറ്റ് ഇറ്റ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടീഷണൽ ബ്ലെസ്സിങ്. ഇഫ് യു ആർ poor in spirit, the kingdom of God is yours. നിങ്ങളുടേതാണെന്ന് പറയുന്നു. സ്തോത്രം. ഇവിടെ ബ്ലെസ്സഡ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ബ്ലെസ്സഡ് ആർ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്. ബ്ലെസ്സഡ് അനുഗ്രഹം പ്രാപിക്കുക എന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്ലെസ്സഡ് എന്ന വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം മക്കാരിയോസ് എന്നുള്ളൊരു പദമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് പലപ്പോഴും ലഭിക്കാത്ത ഒരു കാര്യമാണ്. എന്നാൽ അതിനെക്കുറിച്ചാണ് ഇവിടെ ബ്ലെസ്സഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വളരെ സമാധാനത്തോടെ, വളരെ ആശ്വാസത്തോടെ ആയിരിക്കുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ആശ്വാസത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നല്ല ബന്ധങ്ങളാണ്, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എന്നതുകൊണ്ടുള്ള ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു സമാധാനത്തെക്കുറിച്ചോ അല്ല ഇവിടെ ബ്ലെസ്സഡ് അല്ലെങ്കിൽ ഹല്ലേലൂയ മക്കാരിയോസ് എന്ന് പറയുന്നത്. ഇത് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണലി നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു സന്തോഷ അവസ്ഥയെക്കുറിച്ചാണ് മക്കാരിയോസ് എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്ലെസ്സഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു വളരെ സന്തോഷം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശ്വാസമുണ്ടാകുന്ന ഒരു അവസ്ഥ നമുക്ക് ദൈവം എന്ത് ചെയ്യുകയാണ്? പ്രദാനം ചെയ്യുകയാണ്. സ്തോത്രം. ദേ ആർ ബ്ലെസ്സഡ്. കാരണം അവരെന്താണ്? അവർ ആത്മാവിൽ ദരിദ്രരാണ്. ഇപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ടെമ്പററി സിറ്റുവേഷൻ നന്നായിരിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന സന്തോഷമല്ല. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു ആപത്തോ അല്ലെങ്കിൽ ഒരു പ്രയാസമോ രോഗമോ അല്ലെങ്കിൽ നഷ്ടമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സന്തോഷം അങ്ങ് പോകും, അല്ലേ? എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും പോകത്തില്ല. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അപ്പസ്തോലനായിരുന്ന പൗലോസ് പറയുന്നു. വായിച്ചാട്ടെ. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്മയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തിയിലിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു.
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥ, ഏത് അവസ്ഥയിലും, ഇവിടെ എന്തൊക്കെയാ പറഞ്ഞു, താഴ്ചയിലിരിപ്പാനും അല്ല, നമുക്ക് സമൃദ്ധിയിലിരിപ്പാനും അറിയാം, തൃപ്തനായിരിക്കാനും ഇല്ല, വിശന്നിരിപ്പാനും എനിക്കറിയാം, അതുപോലെ തന്നെ സമൃദ്ധിയിലും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എനിക്കറിയാം. കാരണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. നമ്മുടെ ഈ ബ്ലെസ്സഡ് ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു വളരെ വളരെ സ്തോത്രം ചേർന്നുള്ളൊരു അവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് ദൈവത്തെ ബ്ലെസ്സഡ് ബി ദ ലോർഡ്, അല്ലേ, ബ്ലെസ്സഡ് ബി ദ ലോർഡ്, ദൈവം അനുഗ്രഹിക്കപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതെന്താണ്? 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ പരിജ്ഞാനം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസരണമായി തന്നെ. അവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ധന്യനായ ദൈവത്തിന്. ഹല്ലേലൂയ. അതിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഗ്ലോറി ഓഫ് ദ ബ്ലെസ്സഡ് ഗോഡ്. ബ്ലെസ്സഡ് ഗോഡ്, ധന്യമായിരിക്കുന്ന ഒരവസ്ഥ. ഇവിടെ നമ്മൾ ബി ബ്ലെസ്സഡ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നാണ് എന്ത്? ബ്ലെസ്സഡ് ആയിരിക്കുക, ബ്ലെസ്സഡ് ബി ദ ലോർഡ്, അല്ലെങ്കിൽ നമ്മൾ ധന്യനായിരിക്കുക എന്ന്. ആ ധന്യനായിരിക്കുന്ന ദൈവത്തിൻ്റെ ആ സ്വഭാവത്തിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് ചിലതെടുത്ത് നമ്മെ, നമ്മുടെ ജീവിതത്തിനെ അതുമായി ബന്ധിപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അല്ലാതെ എനിക്കോ നിങ്ങൾക്കോ ഉള്ള ടെമ്പററി സന്തോഷത്തിൽ കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് ചിലതെടുത്ത്, ഹല്ലേലൂയ, അവൻ്റെ ആ ഡിവൈൻ നേച്ചറോട് ഞാനും നിങ്ങളും ചേരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ആ ബ്ലെസ്സഡ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. വേഗത്തിൽ നമുക്ക് പറയാം, ചിന്തിക്കാം. ഇവിടെ പുവർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശം? നമുക്ക് തോന്നും പുവർ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ പാവപ്പെട്ട ഒരവസ്ഥയാണ്. ഇവിടെ പറയുന്നു പുവർ ഇൻ സ്പിരിറ്റ്. അപ്പം നമ്മുടെ ചിന്തയിലെ വാസ്തവത്തിൽ തോന്നുന്നത് ആത്മാവിൽ വളരെ കുറവുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഭാഗ്യവാൻ എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. കാര്യം ശരിയാണ് ഒരർത്ഥത്തിൽ, പക്ഷെ നമ്മൾ ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പുവർ ഇൻ സ്പിരിറ്റ്, അതായത് ആത്മാവിൽ ദരിദ്രരായവർ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നാണ് യേശു പറയുന്നത്. യു ആർ ബ്ലെസ്സഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധന്യനായ ദൈവത്തിൻ്റെ ആ നേച്ചറിൽ നിന്ന് നിങ്ങൾക്ക് ചിലത്, അല്ലെങ്കിൽ അതേ നേച്ചറിലോട്ട് നിങ്ങളും ഹല്ലേലൂയ ആയിത്തീരും എന്ന് അപ്പോസ്തലനായിരുന്ന ഇവിടെ യേശു പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പുവർ എന്നുള്ള വാക്കിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് പദങ്ങൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഒന്ന്, പുവർ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദം, പുവർ എന്നുള്ളതിന്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ടു ഷ്രിങ്ക്, അല്ലെങ്കിൽ ഏറ്റവും അധികം ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതിനെയാണ് ടോക്കോസ്, പുവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പുവർ ഇൻ സ്പിരിറ്റ്. അതായത് ഷ്രിങ്കായിട്ട് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്. അതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എക്സാക്ട്ലി ലൈക്ക് എ ബെഗർ. ഒരു യാചകൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് ടോക്കോസ്, പുവർ എന്ന് ഇവിടെ പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഈ ബെഗർ എന്ന് പറയുമ്പോൾ അവർക്കൊരു കാഴ്ചയുണ്ട്. അവർക്ക് ഒന്നറിയാം, എന്താണെന്നറിയാമോ? ഒരു കൈ കൊണ്ട് തങ്ങളുടെ എന്തെങ്കിലും ആംസിന് വേണ്ടി എന്തെങ്കിലും ഭിക്ഷയ്ക്കായിട്ട് കൈ നീട്ടുന്നു, അതേസമയം ഒരു കൈ കൊണ്ട് മുഖം മറച്ച് എപ്പോഴും അങ്ങനെ ഒരു ആംസിന് വേണ്ടി അല്ലെങ്കിൽ ഭിക്ഷയ്ക്കായിട്ട് യാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് ബെഗർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ടോക്കോസ് എന്ന് പറയുമ്പോൾ അവരുടെ ചിന്തയിൽ വരുന്നത്. ഹല്ലേലൂയ. അതിനെ വിളിച്ചു കാണിക്കാൻ മറ്റൊരു പദം കൂടെ പുവർ എന്നുള്ളതിന് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വേദഭാഗം ഇങ്ങനെയാണ്. നമുക്കറിയാം, വിഡോ, അല്ലേ, 2 കാശ് ഇട്ട ഒരു വിഡോയെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ഷീ പുട്ട് മോർ ദാൻ ഓൾ ദി അതർ പീപ്പിൾ. അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എ പുവർ വിഡോ. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന പദം
പുവർ വിഡോ എന്നാണ്. എന്നാൽ പുവർ വിഡോ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറയുന്നത് ഫെനിക്കോസ് എന്നാണ്. അവിടുത്തെ പുവർ വിഡോ എന്ന് പറഞ്ഞതിനെ ഫെനിക്കോസ് എന്നാണ് അവിടുത്തെ പുവറിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഷീ ഈസ് എ പുവർ എന്ന് വെച്ചാൽ അവൾ വളരെ ദരിദ്ര്യമുള്ളവരാണ്. ബട്ട് ഷീ ഈസ് നോട്ട് എ ബെഗർ. മനസ്സിലായോ? അതാണ് വ്യത്യാസം. എന്നാൽ ഇവിടെ യേശു പറയുകയാണ് ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ആരാണ്? സ്തോത്രം. ദൈവസംബന്ധമായിട്ട് എന്ത് അനുഭവിക്കുന്നത്? ടോക്കോസ് അനുഭവിക്കുന്നത്. ദൈവസംബന്ധമായിട്ട് ഹല്ലേലൂയ വളരെ ഉള്ളിൽ അയ്യോ എനിക്കിത് പോരാ, ഞാൻ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയെയാണ് പുവർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്പിരിച്വൽ പോവർട്ടി നമ്മുടെ ജീവിതത്തിലെ ആ സ്പിരിച്വൽ, അതായത് മെറ്റീരിയൽ കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു പദമാണ് ഇവിടെ യേശു എന്തിനുപയോഗിക്കുന്നത്? നമ്മുടെ സ്പിരിച്വൽ പോവർട്ടിയെ കാണിക്കാനായിട്ട്. മെറ്റീരിയലായിട്ട് ടോക്കോസ് ആയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഗറായിരിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയുടെ അവസ്ഥയിൽ ആരെങ്കിലും സ്പിരിച്വലി ആയിരിക്കുന്നുണ്ടെങ്കിൽ they are blessed because theirs is the kingdom of God. അവരുടേതാണ് സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ സ്പിരിച്വൽ പോവർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ് ടോക്ക് അബൌട്ട് അപ്പാർട്ട് ഫ്രം ഗോഡ്. ദൈവം ഇല്ലാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നതായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ലോസ്റ്റ്, അല്ലെങ്കിൽ ഹോപ്പ്ലെസ്, അല്ലെങ്കിൽ ഹെൽപ്ലെസ്, അല്ലേ? നമുക്കിനി ഒരു സഹായവുമില്ല, ഒരു പ്രത്യാശയുമില്ല, നമ്മളാകെ നഷ്ടത്തിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് എന്ത്? സ്തോത്രം. പുവർ ഇൻ സ്പിരിറ്റ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ നമുക്ക് ആത്മാവിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മാവിൽ ഞാൻ ഇനി ഹോപ്പ്ലെസ് ആണ്, അല്ലെങ്കിൽ ഹെൽപ്ലെസ് ആണെന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള അവസ്ഥയുള്ള ഒരു മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെക്കൊണ്ടും തൃപ്തി വരുന്നില്ല ആത്മീയമായിട്ട്. സ്തോത്രം. ശരിയാണ്. ഇന്ന് നമ്മൾ പാടിയ പാട്ടുകൾ പാടിയപ്പോൾ ഞാൻ ചിന്തിച്ചു. കാരണം നമ്മെ വിളിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് അംഗമാകാനാണ്. അവൻ ഇനി വരുന്നത് അവനെപ്പോലെ നമ്മെ ആക്കാൻ വേണ്ടിയാ, പൂർണ്ണമായിട്ടും അവൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ അംഗമാക്കാനാണ്. ദൈവം സൽഗുണപൂർണനായിരിക്കുന്ന, വിശുദ്ധനായിരിക്കുന്ന, ഹോളി എന്ന് ഹല്ലേലൂയ സ്വർഗ സൈന്യം ആർത്ത് ഘോഷിക്കുന്നവൻ്റെ കൂട്ടത്തിലാകാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര വലിയ പദവി, എത്ര വലിയ ഭാഗ്യം. യേശു ജീവനെ കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? അതിനു വേണ്ടിയാണ്. നമ്മളെ കൂടുതലായിട്ടും ആ പാപത്താൽ അകന്നിരുന്ന മനുഷ്യനെ ഒരു കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി നമുക്ക് എങ്ങനെ വേണം? ദൈവത്തിൽ നമുക്ക് വേണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോടൊരു കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി എന്ന് വെച്ചാൽ ദൈവം ഇല്ല എങ്കിൽ, ദൈവം കൂടെ ഇല്ല എങ്കിൽ നമുക്ക് ആ ടോക്കോസ് എന്ന് പറയുന്ന ആ ബെഗറെ പോലെയാ. ഒരു കൈ കൊണ്ട് മുഖം മറച്ച്, ഒരു കൈ കൊണ്ട് ഭിക്ഷ യോജിക്കുന്ന രീതിയിലാണ് ഞാനും നിങ്ങളും എപ്പോഴും ദൈവത്തിൻ്റെ മുന്നിൽ, മനുഷ്യരുടെ മുന്നിലല്ല, ദൈവത്തിൻ്റെ മുന്നിൽ. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ ആ സ്നേഹത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നത്. നമുക്കിത് പോരാ. അവൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന സ്നേഹമൊന്നുമല്ല. അവൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ 2 ആഴ്ച പാപമൊന്നും ചെയ്തില്ലെന്ന് പറയുന്നതൊന്നും അല്ല. നമ്മളെക്കുറിച്ച് അവൻ നമുക്കുണ്ടായിരിക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ദൈവത്തെയാണ്. ആ പരിശുദ്ധൻ എന്ന് സ്വർഗീയ സൈന്യം ആർത്ത് വിളിക്കുന്ന ദൈവത്തെ നോക്കിയിട്ട് എന്നെ അവനെപ്പോലെ ആകാനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എവിടെയാണ്? ഞാൻ മറ്റുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വളരെ മിടുക്കനാണ്. നമ്മളെപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. അവനേക്കാളും ഞാൻ ബെറ്ററാണ്, അവളെക്കാളും ഞാൻ ബെറ്ററാണ്. വളരെ സന്തോഷമായി. എന്നാൽ നമ്മളോട് അവളെ നോക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ നോക്കിയിട്ട്, പരിശുദ്ധനായവനെ നോക്കിയിട്ട് നീ പറയണം, അവനെ പിൻപറ്റാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്.
ഹല്ലേലൂയ. ആ അർത്ഥത്തിൽ ഞാനും നിങ്ങളും എവിടെയാണ്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ നമ്മൾ താഴ്മയോടെ ഈ പുവർ ഇൻ സ്പിരിറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അവർ ഹമ്പിളായിരിക്കും. ഹമ്പിൾ ഓൾ ദ ടൈം. ചിലരൊക്കെ പ്രസംഗിക്കുമ്പോൾ കേട്ട് തോന്നുന്നു അവരെ പോലത്തെ മഹാന്മാർ വേറെ ഇല്ല എന്നുള്ള ചിന്തയിലൊക്കെയാണ് പ്രസംഗം. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതും ടെസ്റ്റ് മണിയും കാര്യങ്ങളൊക്കെ. എന്നാൽ ദൈവത്തിൻ്റെ മുൻപാകെ ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞിട്ടുണ്ട്, കിങ്ഡം ഓഫ്, അവിടെ പറഞ്ഞ് പൂവർ ഇൻ സ്പിരിറ്റ്, വളരെ ഹമ്പിളായിരിക്കുന്നവർക്ക്, ഹൃദയത്തിൽ വളരെ താഴ്മയുള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അല്ലേ? ഒരു എഴുത്തുകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വർഗത്തിലേക്കുള്ള വാതിൽ വളരെ ഉയരം കുറവാണ് എന്ന് വെച്ചാൽ വളരെ താന്നും കുനിഞ്ഞു മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. പ്രൈഡ് കനോട്ട് എൻ്റർ. പ്രൈഡ് എന്ന് പറയുന്നത് അവിടെ ഇല്ല. 66 യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? അപ്പൊ അവരൊരു ആലയം പണിതുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? നല്ല ഭംഗിയുള്ള ഈ ദൈവത്തിൻ്റെ മനോഹരത്വം അല്ലെങ്കിൽ സാന്നിധ്യമൊക്കെ വളരെ നല്ല ആലയം വേണം. അതിനെക്കുറിച്ച് ദൈവം പറയുകയാണ്, യഹോവ പറയുകയാണ്, നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം എപ്രകാരം? എൻ്റെ വിശ്രാമസ്ഥലം ഏത്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. ഇതൊക്കെയും എൻ്റെ കയ്യിൽ. നിങ്ങൾ ഇനി എന്തെടുത്ത് കൊണ്ടുവന്നാലും ഞാൻ സൃഷ്ടിക്കാത്ത, ഞാൻ തരാത്ത ഒന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആലയം പണിയാൻ പറ്റത്തില്ല. അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എനിക്ക് ഈ ആലയമൊന്നും അല്ല എൻ്റെ ആവശ്യം. ഞാൻ കടാക്ഷിക്കുന്നത് നിങ്ങൾ എന്ത് തരത്തിലുള്ള നല്ലൊരു ആലയം, അല്ലേ, നല്ലൊരു ബിൽഡിങ്, നല്ല ആരാധന, നല്ല കൈക്കൊട്ട്, നല്ല ഇൻസ്ട്രുമെൻറ്റ്സ്, നല്ല മാധുര്യമാറിയ സ്വരം, ഇതിലൊന്നുമല്ല ദൈവം പറയുന്നത്. നിങ്ങൾ എങ്ങനത്തെ ആലയാണ് എനിക്ക് പണിയുന്നത്? കാരണം ഞാനാണല്ലോ ഇതൊക്കെ സൃഷ്ടിച്ചത്. എന്നാൽ അവന് ആവശ്യമുള്ളത് ചിലതുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നു, എന്താണ് പറഞ്ഞത്? എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഹല്ലേലൂയ. അവന് വേണ്ടത്, സ്തോത്രം, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, but to this man will I look, even to him that is poor and a contrite spirit, and that trembleth at my word. എത്ര പേര് ഇവിടെയുണ്ട് അവൻ്റെ വചനത്തിൻ്റെ മുൻപാകെ വിറയ്ക്കുന്നവർ? നമ്മൾ രാവിലെ എടുത്തിട്ട് ഓക്കെ, നീ പോകുന്ന വഴിയിലെല്ലാം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തെ തുള്ളിച്ചാടി നമ്മളങ്ങ് പോകുന്നു. ഇതാണ് നമ്മുടെ വചനം, നമ്മുടെ വചനതയാണ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൂ ട്രെംപിൾ, ഇത് നമുക്ക് തന്നിരിക്കുന്നത്, അയ്യോ അത് ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം കൊടുത്തപ്പോൾ അവർക്ക് വാസ്തവത്തിൽ അവർക്ക് വിറയലാണ്. അയ്യോ ഇതൊക്കെ ചെയ്യണമോ? ദൈവത്തിൻ്റെ വചനത്തിൽ അതിൽ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എങ്ങനെ ഇത് ലഭിക്കും, നീ എന്ത് ചെയ്യണം, നീ എന്ത് ചെയ്യരുത്. നമുക്കത് വായിക്കാൻ നേരമുണ്ടോ? നമുക്കതിനെ എക്സാമിൻ ചെയ്യാൻ നമ്മുടെ ജീവിതത്തെ സമയമുണ്ടോ? സമയമെടുക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വചനത്തെ എക്സാമിൻ നമ്മൾ അതിൽ ആഴമേറി ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സൊക്കെ തകരത്തുള്ളൂ. ദ കോൺട്രൈറ്റ് സ്പിരിറ്റ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ സ്തോത്രം എന്താ പറഞ്ഞത്? ദ പൂവർ. അതുപോലെ തന്നെ ദരിദ്രമായിട്ടുള്ള അവസ്ഥ നമുക്കുണ്ടാകണമെങ്കിൽ വചനം അറിയണം, ദൈവം ആരാണെന്ന് അറിയണം, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണെന്ന് അറിയണം. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാകണം. ഹല്ലേലൂയ. നമുക്ക് ചിലതൊക്കെ ചെയ്യുന്നുണ്ട്, ചിലതൊക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ ചിന്ത. ഒരു ഉദാഹരണം നമുക്ക് വായിക്കാം. നമുക്ക് ഹല്ലേലൂയ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വായിച്ചാട്ടെ, അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ ഒരു പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായ്കയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്ത് വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും,
തന്നെ താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ഈ മനുഷ്യൻ, ആ പരീശൻ, അവൻ ചെയ്തത് നല്ല കാര്യങ്ങൾ തന്നെയാണ്. അവൻ മറ്റുള്ളവരെ പോലെ മോശമായിട്ട് ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞത് കള്ളമായത് കൊണ്ടല്ല അവൻ നീതീകരിക്കപ്പെടാതെ കടന്നുപോയത്. അവൻ്റെ ഉള്ളിലൊരു പ്രൈഡ് ഉണ്ടായിരുന്നു. ഐ ആം ഓക്കെ, ഐ ആം ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്, ഹല്ലേലൂയ, സോ ഐ ആം ഓക്കെ. ഒരിക്കലും ദൈവസന്നിധിയിൽ നമുക്ക് ഓക്കെ എന്ന് പറയുവാൻ പറ്റത്തില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ദൈവം ആരാണെന്നും ഞാൻ ആരാണെന്നുമുള്ള ചിന്തയിലാണ് നാം ദൈവത്തെ സേവിക്കേണ്ടത്. സ്തോത്രം. ദൈവം പറഞ്ഞ് നമ്മൾ ചെയ്യണം. ദൈവം പ്രസംഗിക്കാൻ പറഞ്ഞ് പ്രസംഗിക്കണം. ദൈവം പാടാൻ പറഞ്ഞ പാടണം. പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥിക്കണം. പക്ഷേ ഹല്ലേലൂയ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നമുക്കറിയണം ഞാൻ ആരാണ്, ദൈവം ആരാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഉരുകിയ അവസ്ഥ, ഹല്ലേലൂയ, ഒരു തകർന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. കാരണം ഞാൻ ആരാണ്, ദൈവം ആരാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആ മനുഷ്യൻ അല്ലേ, മറ്റേ മനുഷ്യൻ പാപം ചെയ്ത മനുഷ്യനാണ് അല്ലേ. ഞാൻ പാപിയാണ്, ഞാൻ അയ്യോ എങ്ങനെയാ പറയുന്നത്, അത്ര മാറത്തടിച്ചുകൊണ്ട് കരുണയുണ്ടാകണമേ എന്ന് പറയാം. പക്ഷെ ദൈവം കണ്ടത് ഇവൻ ചെയ്ത് തെറ്റാണ്, അവൻ ചെയ്ത് നല്ലതാണ്. പക്ഷേ ദൈവസന്നിധിയിൽ ഒരു തകർന്ന ഹൃദയത്തെ നോക്കുന്നവനാണ്. ഞാൻ പോരാ, അവൻ നല്ലത് ചെയ്തെങ്കിലും അവൻ്റെ ബുദ്ധിയിൽ നല്ലത് ചെയ്തു, പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടത്തോളം ഒരിക്കലും ആകത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തത് ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. അവനെ നോക്കി ഓരോ ദിവസവും പഠിച്ചുകൊണ്ട് മുന്നേറണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു വന്നു മരിച്ചു എന്നൊക്കെ വിശ്വസിച്ചു എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടൊന്നും വിശ്വാസിയാകത്തില്ല. ഹല്ലേലൂയ. വിശ്വാസിയാകണമെങ്കിൽ ഹല്ലേലൂയ യേശുവിനെ പോലെ ആകാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ അതിനുവേണ്ടി യാഗമായിരിക്കുന്നത്. ഞാൻ പാപസംബന്ധമായി ബലഹീനനാ. ഈ അവസ്ഥയിൽ ഈ യേശു വരുന്നത് വരെയും നമ്മുടെ ഉള്ളിൽ ആ കോൺട്രൈറ്റ് സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ പാപ സംബന്ധമായിരിക്കുന്ന ഒരു ശരീരത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും, അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഐ ആം എ റെച്ചഡ് മാൻ. പൗലോസാ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അത് അവൻ്റെ ഉള്ളിലെ ആ കോൺട്രൈറ്റ് സ്പിരിറ്റ്. ഫീൽ പുവർ, ഫീൽ എ ബെഗർ. വിത്തൗട്ട് ഗോഡ് ഐ എം നത്തിങ്. If God don't supply, I am not there. I may have good income, I may have good family, but no, I am always contrary. My God, if He don't supply, I am a poor, I am a beggar. എപ്പോഴും ബെഗർ എന്ന് പറഞ്ഞാൽ ഇന്ന് ബെഗർ നാളെ ബെഗർ അല്ല, നാളെ ബെഗർ അല്ലാതിരിക്കുന്നില്ല. അവൻ എന്നും ബെഗറായിട്ടാണ് കഴിയുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഞാനും നിങ്ങളും ദൈവത്തെക്കുറിച്ച് ഒരു ഭയത്തോടെ ആയിരിക്കണം. അവൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അവൻ്റെ വിശുദ്ധി എന്താണെന്ന് കണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, അവൻ്റെ വിശുദ്ധി എന്താണെന്ന് കണ്ട് ആ വിശുദ്ധിയിലേക്കാണല്ലോ എന്നെ വിളിച്ചിരിക്കുന്നത്. ഭാഗ്യത്തെ മനസ്സിലാക്കിയിട്ട് അയ്യോ ഞാൻ എത്രയോ ദൂരത്താണ് എന്നുള്ള ചിന്തയോടെ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത് അവൻ്റെ ദയ, അവൻ്റെ കരുണ, അവൻ്റെ ഗ്രേസ്, ഇതൊക്കെയാണ് നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത്. അല്ലാതെ ബാങ്ക് ബാലൻസ് ഒന്നുമല്ല. സ്തോത്രം. ഏത് സമയവും അവൻ്റെ ദയയിൽ ആശ്രയിച്ചുകൊണ്ട്, അവൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്, അവൻ്റെ ഹല്ലേലൂയ സ്തോത്രം യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അവൻ നൽകുന്ന നന്മകളെ സ്തോത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന പുവർ ഇൻ സ്പിരിറ്റ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഏത് അവസ്ഥയിലായാലും ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ സ്റ്റാറ്റസ് നോക്കണ്ട. ചിലർ നല്ല ഉദ്യോഗസ്ഥരായിരിക്കും, ചിലരെ ഹല്ലേലൂയ അതൊന്നും ഇല്ലായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ദൈവസന്നിധിയിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്രമാത്രം ഞാനും നിങ്ങളും നുറുങ്ങിയ ഹൃദയത്തോടെ, നമ്മുടെ വേദനകളും പ്രയാസങ്ങളും കൊണ്ടല്ല കേട്ടോ, അതൊക്കെ ദൈവം നടത്തിത്തരും. ഇവിടെ പറയുന്നത് എൻ്റെ ദൈവം എന്നെ വിളിച്ചത് അവനെ പോലെ ആകാനാണ്. എന്നാൽ പാപത്തിൻ്റെ അവസ്ഥയുള്ളതിനാൽ എനിക്ക് വളരെ പ്രയാസമുണ്ട്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിൻ്റെ ആത്മാവിൻ്റെ ശക്തി വേണമെന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ലവോദിക്യ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ സഭയെക്കുറിച്ച് പറഞ്ഞത്, അവർ പറയുന്നത് എല്ലാം കൊണ്ട് തികഞ്ഞവരാണ്, എന്നാൽ
ദൈവം പറയുന്നത് മറ്റൊന്നാണ്. എന്താ പറഞ്ഞത്? റെവലേഷൻ 3:17 ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ. അപ്പോൾ നീ നിൻ്റെ യഥാർത്ഥ അവസ്ഥ നീ അറിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കും. ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ നിൻ്റെ യഥാർത്ഥ അവസ്ഥ നീ അറിഞ്ഞിട്ടില്ല എന്ന് ദൈവം അവിടെ സംസാരിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥ ആ അവസ്ഥ മനസ്സിലാക്കി നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. എങ്ങനെ നമുക്ക് പൂവർ ഇൻ സ്പിരിറ്റ് ആകാം? നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ പെട്ടെന്ന് തരാം. ഹൗ ക്യാൻ വി ബിക്കം പൂവർ ഇൻ സ്പിരിറ്റ്? ഹല്ലേലൂയ. ഒന്ന്, നമ്പർ 1, ഓഫ് ടു അവർ സെൽഫ്. നമ്മെ തന്നെ ഇല്ല, വേണ്ട, ഞാനല്ല, എന്നാൽ കഴിയത്തില്ല എന്ന് ചിന്തിക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. വി ക്യാൻ ഹാവ് ദാറ്റ് സ്പിരിറ്റ് വിച്ച് ഈസ് വെരി കോൺട്രൈറ്റ് ആൻഡ് വെരി പുവർ. പലപ്പോഴും നമുക്ക് ഞാൻ എന്നുള്ള ഭാവമാണ് നമ്മളെ അതിന് തടയുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓഫ് ടു അവർ സെൽഫ്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിലേക്ക് ഓടി വരിക, പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുക. ഹല്ലേലൂയ. അവനോട് ചോദിക്കുക, ഡിവോഷൻ, പേഴ്സണൽ ഡിവോഷൻ, ദൈവവചനത്തിൻ്റെ മുന്നിൽ വിറയ്ക്കുക. തീർച്ചയായിട്ടും ആ സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്ന ദൈവ മനുഷ്യനെ ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിയും. ഹല്ലേലൂയ. വി നീഡ് ടു ദൈവവചനം വായിച്ച് നമ്മൾ ഹല്ലേലൂയ ബുദ്ധിമുട്ടുള്ളത് തട്ടിവിട്ട് ഹല്ലേലൂയ സന്തോഷിപ്പിക്കുന്നതിനെ എടുത്ത് മുന്നോട്ട് പോകുന്നത് അല്ല ദൈവവചന ധ്യാനം എന്ന് പറയുന്നത്. ദൈവം സംസാരിക്കുന്നതിനെ എടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വില കൊടുക്കുന്നത്. ട്രെമ്പിൾ. ഹല്ലേലൂയ. അസാധ്യമെന്ന് തോന്നുന്നത് എങ്ങനെ ചെയ്യും? അവിടെ വിറയൽ വരുന്നത്, അല്ലേ? സ്തോത്രം. അങ്ങനെയുള്ളവരെ ദൈവത്തിന് ആവശ്യമാണ്. രണ്ടാമത്, സ്റ്റാർ അവർ പ്രൈഡ്. എന്തെങ്കിലും തരത്തിൽ നമുക്ക് സ്വന്തം അഹംഭാവം അല്ലെങ്കിൽ സ്വന്തം ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കുക. ദൈവമക്കളെ, ഹല്ലേലൂയ, എല്ലാവരുടെ മുന്നിലും നമ്മൾ താഴ്മയോടും വിനയത്തോടും ഹല്ലേലൂയ ആയിരിക്കും നമ്മൾ ആ മനോഭാവം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ. 2, നമ്മൾ പ്രൈഡിനെ മാറ്റിവെക്കുക. മൂന്നാമതായിട്ട്, ദൈവത്തോട് ചോദിക്കുക. അവൻ നമുക്ക് തരും. ഹല്ലേലൂയ. അവൻ നമുക്ക് തരും. ഹല്ലേലൂയ. അവൻ്റെ വാഗ്ദത്തമാണ് നമുക്ക് അവൻ്റെ ക്ലോസ്നെസ് നമുക്ക് തരാമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനെ അവർക്ക് കൊടുത്തപ്പോൾ അവർ മാറിപ്പോയി. ഹല്ലേലൂയ. പത്രോസ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ തകർന്നു പോയി. അയ്യോ, നീ എൻ്റെ അകത്തുനിന്ന് നീ മാറിപ്പോകണം, ഞാൻ ഒന്നുമല്ല എന്ന് പറയുവാനിടയായിത്തീരും. നമുക്ക് നമ്മുടെ ഉള്ളിൽ ആർ വി പുവർ ഇൻ സ്പിരിറ്റ്? ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ആഴം വരും. അവനോട് ചോദിക്കുക, എനിക്കത് വേണം. അവൻ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവനെ പിൻപറ്റുന്നതിൻ്റെ വില നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ് ബി പുവർ ഇൻ സ്പിരിറ്റ്. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെ നമുക്കറിയാം എനിക്ക് ആ സ്പിരിറ്റ് ഉണ്ടെന്ന്? വളരെ നന്നായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഹൗ വി നോ ദാറ്റ് ഐ ഹാവ് ദാറ്റ് contrite spirit, or I am a poor in spirit, that I can enter into the kingdom of God. ദൈവരാജ്യത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, നമ്മെ തന്നെ അങ്ങ് വേണ്ട എന്ന് വെക്കുക. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ. എത്ര പേർക്ക് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? ഇത് അപ്പോസ്തലനായ പൗലോസിൻ്റെ മാത്രം കാര്യമാകരുത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്തു ചെയ്തോ അത് ഞാൻ ചെയ്യുന്നു. ക്രിസ്തു എന്തു പറഞ്ഞുവോ അത് ഞാൻ പറയുന്നു. ക്രിസ്തു ഹല്ലേലൂയ എന്താകുന്നുവോ അത് ഞാൻ ആകുന്നു. ഐ ഓഫ് ടു മൈസെൽഫ്, നൗ ഐ ബെയർ ക്രൈസ്റ്റ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വി ഹാവ് ദ പുവർ, അല്ലെങ്കിൽ വി ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്. നമ്മൾ ആത്മാവിൽ ദരിദ്രർ. രണ്ടാമതായിട്ട്, സ്തോത്രം,
ക്രിസ്തുവിൽ നമ്മൾ ഹല്ലേലൂയ അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ലോസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മൾ അങ്ങ് മറന്നു പോവുകയാണ്. ക്രിസ്തുവാണ് നമുക്ക് എന്ത് നോക്കിയാലും ക്രിസ്തുവേ ഉള്ളൂ. കാരണം അവനിലൂടെ മാത്രമേ നമുക്ക് ആ രക്ഷയുള്ളൂ, ജീവനുള്ളൂ, സത്യമുള്ളൂ, നന്മയുള്ളൂ, ഹല്ലേലൂയ നിത്യജീവനുള്ളൂ. അല്ലെങ്കിൽ എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നു, ഹി ഓൾവേസ് ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മെ സംബന്ധിച്ച് വി ആർ ബെഗർ. കാരണം ക്രിസ്തു ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഐ ആം നത്തിങ്. അയ്യോ, നീ തന്നില്ലെങ്കിൽ എനിക്കില്ല. ഇന്ന് നീ എനിക്ക് എന്തെങ്കിലും ഭിക്ഷ തന്നില്ലെങ്കിൽ എനിക്ക് ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. നീ ഇന്ന് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് റിസർവ് ഇല്ല, എനിക്ക് ബാങ്ക് ബാലൻസുകളില്ല. ഇന്ന് നീ തരുന്നതാണ് എനിക്കുള്ളത്. അതാണ് ഒരു ഭക്തൻ്റെ ശരിയായ ജീവിതം. ഇന്ന് നീ എൻ്റെ കൂടെ പോരണം, ഇന്ന് നീ എനിക്ക് തരണം, നീ എന്നെ നടത്തണം. ഓൾവേസ്. അയ്യോ, ഞാൻ നിൽക്കാൻ യോഗ്യനല്ല, ഞാൻ എന്തെങ്കിലും നന്നായിട്ട് ചെയ്തു എന്നല്ല, നന്നായിട്ട് ഹല്ലേലൂയ ദൈവവചനം വായിച്ചു എന്നല്ല, പക്ഷേ നിൻ്റെ ദയ, നിൻ്റെ കൃപ എനിക്ക് എന്നും വേണം. ഞാനൊരു ടോക്കോസ്, ഒരു ബെഗറായിട്ട് നിൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. പുവർ ഇൻ സ്പിരിറ്റ്, ഓൾവേസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇനി മറ്റൊന്ന്, നോ കംപ്ലൈൻറ്റ്സ് അബൌട്ട് അവർ സിറ്റുവേഷൻ. നമ്മുടെ സാഹചര്യങ്ങളോട് നമുക്ക് ഒരിക്കലും സ്തോത്രം ഒരിക്കൽ കുറ്റം പറയാനില്ല. കാരണം എന്തുകൊണ്ടാണ്? എനിക്കറിയാം, ഐ ഡിസേർവ് ആക്ച്വലി വേഴ്സ് ദാൻ ദിസ്. ആസ് എ സിന്നർ, ആസ് എൻ എനിമി, ആസ് എ കാസ്റ്റ് ഔട്ട് പേഴ്സൺ, അല്ലെങ്കിൽ ഗോഡ്ലെസ് പേഴ്സൺ, ഐ ആക്ച്വലി ഡിസേർവ് വേഴ്സ് ദാൻ ദിസ്. അതുകൊണ്ട് ഏത് അവസ്ഥയിലും എനിക്ക് സങ്കടമില്ല, എനിക്ക് പ്രയാസമില്ല. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വി ആർ പുവർ ഇൻ സ്പിരിറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് നമ്മെ തന്നെ മറക്കാം, യേശുവിനെ കാണാം. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളോട് കംപ്ലൈൻറ്റ് പറയണ്ട. ചിലപ്പോൾ ചിലരൊക്കെ ഒന്ന് തോണ്ടിയെന്ന് വരും, നമ്മെ വേദനിപ്പിച്ചെന്ന് വരും. സ്തോത്രം. അല്ലെങ്കിൽ പ്രയാസമുണ്ടാകാം, അല്ലെങ്കിൽ വേദന, അല്ലെങ്കിൽ രോഗങ്ങൾ നമ്മൾ വന്നെന്ന് ഇരിക്കാം. പറയുക, അപ്പച്ചാ, ഞാൻ എപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇയ്യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു. ഹല്ലേലൂയ. എനിക്ക് തന്നതും ദൈവമാ, എടുക്കുന്നതും ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. അടുത്തതായിട്ട് പറയുന്നു, സീ ഗുഡ് ഇൻ അതേഴ്സ്. മറ്റൊരു സ്വഭാവം, നാം തന്നെ ആത്മാവിൽ ദരിദ്രരാണോ എന്ന് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യമുള്ളത് ഇങ്ങനെ ഒരു ടെസ്റ്റ് പേപ്പറാണ്. എന്താണത്? മറ്റുള്ളവരിൽ നന്മ കാണുവാനും നല്ലത് കാണുവാനും തന്നിൽ തന്നെ കുറവും പാപത്തിൻ്റെ അവസ്ഥയും കാണാൻ കഴിയുന്നെങ്കിൽ വി ആർ ഹാവിങ് എ കോൺട്രൈറ്റ് സ്പിരിറ്റ്. ഹല്ലേലൂയ. മറ്റുള്ളവരിൽ നന്മ കാണുവാൻ പഠിക്കണം. മറ്റുള്ളവരിൽ ഹല്ലേലൂയ സ്തോത്രം അവരുടെ നന്മ കണ്ട് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുവാൻ പലപ്പോഴും നമ്മൾ അത് കാണത്തില്ല. നമ്മിലെ നന്മകളും അവരിലെ കുറവുകളും കാണുന്നവരാണ്. വി ആർ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു വാട്ട് ഗോഡ് സീക്കിങ്. ദൈവം അന്വേഷിക്കുന്നതിന് നേരെ വിപരീതമാണ്. സ്തോത്രം. അതുപോലെ തന്നെ മോർ ടൈം സ്പെൻഡ് വിത്ത് ഗോഡ്. എ ബെഗർ, അല്ലേ? അവന് ഭിക്ഷ യാചിച്ചാൽ മാത്രമേ അവന് എന്തെങ്കിലും ജീവിക്കാനുള്ളൂ. Always he will be a tokos. Always he is with God. പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, അതുപോലെ തന്നെ ഡിവോഷനിലൂടെ എപ്പോഴും ദൈവവുമായിട്ട് ബന്ധപ്പെടും. കാരണം അതില്ല എങ്കിൽ അവന് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം അവൻ ഭിക്ഷ യാചിച്ചില്ലെങ്കിൽ he cannot live. അവൻ ഒരു ബെഗറാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നാം എങ്ങനെയായിരിക്കണം? എപ്പോഴും ദൈവവുമായിട്ട് എപ്പോഴും കൈ നീട്ടിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തി. എനിക്ക് റിസർവായിട്ട് ഒന്നുമില്ല, അവിടെ നിന്ന് എടുത്തു ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ദൈവം തന്നല്ലാതെ ഒന്നുമില്ല. ഹല്ലേലൂയ. ആ അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും വളർന്നു വരട്ടെ. നമ്മൾ ഉയരത്തിലോ വയസ്സിലോ അല്ല. സ്തോത്രം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. സ്തോത്രം. അതുപോലെ തന്നെ ദൈവവചനവുമായിട്ട് നമ്മൾ ആഴമേറിയ ബന്ധത്തിലായിരിക്കുക. ദൈവവചനവുമായിട്ട് ആഴമേറിയ ബന്ധത്തിൽ. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് എല്ലാമുണ്ട്. സ്തോത്രം. ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സ്തോത്രം, ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അവൻ്റെ ആ കരുണയ്ക്കായിട്ട്, അവൻ്റെ കൃപയ്ക്കായിട്ട്, അവൻ്റെ ഗ്രേസിനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ.
എപ്പോഴും എപ്പോഴും നന്ദി ഉള്ളവരായിരിക്കുക. സ്തോത്രം. അതിൻ്റെ റിസൾട്ട് എന്താണ്? നിർത്താൻ പോവുകയാണ്. അതിൻ്റെ റിസൾട്ട് എന്താണ്? നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ് ജീസസ് ഓഫർ? യുവേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവരാജ്യത്തിലേക്ക് എനിക്ക് നിങ്ങൾക്ക് പ്രവേശനം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എന്നോടും നിങ്ങളോടും കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാൻ ഒരു വാക്കുകൾ വായിക്കാം. എന്താണ്? സ്തോത്രം. വായിച്ചട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 57-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി ഞാൻ ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ഞാൻ ഉന്നതനും പരിശുദ്ധനുമെന്ന് നാമമുള്ളവനാണ്. എന്നാൽ താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെ വസിക്കുന്നു. ഉള്ളവരോട് കൂടെയും വസിക്കുന്നു. ഞാൻ ഉയരത്തിലിരിക്കുന്നവനാണ്, ഞാൻ വലിയവനാണ്, മഹോന്നതനാണ്, എന്നാൽ ഞാൻ താഴ്മയുള്ളവനോടും. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് മനോവ്യസനമുള്ളവനോടും മനസ്താപമുള്ളവനോടും കൂടെയും ഞാൻ ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വർഗത്തിൽ പോയിട്ട് മാത്രം അനുഭവിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ. ഞാൻ ഉന്നതനെങ്കിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇഫ് യു ആർ കോൺട്രൈറ്റ് ഇൻ യുവർ സ്പിരിറ്റ്, ഇഫ് യു ആർ ഹല്ലേലൂയ റിപ്പൻറ്റന്റ്, ഹല്ലേലൂയ, നിന്റെ അവസ്ഥയെ മനസ്സിലാക്കി നീ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ കരഞ്ഞും കേണും ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ, ഞാൻ ഇറങ്ങി വരും, ഞാൻ ഉന്നതനെങ്കിലും ഞാൻ ഇറങ്ങി വരുമെന്ന് വലിയവനായ ദൈവം നമ്മളോട് പറയുകയാണ്. ഇഫ് വി ആർ നോട്ട് എക്സ്പീരിയൻസ് ഗോഡ് ദ വേ ദാറ്റ് വി ഷുഡ് ഇസ് ബിക്കോസ് ഓഫ് വി ആർ നോട്ട് ചേഞ്ച്ഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് ദാഹത്തോടെ ആയിരിക്കാം, അല്ലേ? ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിവസം യേശു എന്താ പറഞ്ഞത്? വായിച്ചാട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 7:38. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവനാ ഉള്ളത് കേട്ടോ. സ്തോത്രം. ദാഹിക്കുന്നവനെ എത്ര പേർക്കുണ്ട്? എനിക്ക് ആ യേശുവിനെ മതി, എനിക്ക് യേശുവിനെ വേണം, ഞാൻ അല്ല. സ്തോത്രം. നമുക്കെല്ലാവർക്കും ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഐശംബദർ ഒരു പാട്ട് പാടി നമ്മെ സഹായിക്കും. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എനിക്ക് ആ നുറുങ്ങിയ ഹൃദയം തരണം. എനിക്ക് ആ സ്തോത്രം ഹല്ലേലൂയ ഞാൻ എന്നുള്ള ഭാവം എന്നിൽ നിന്ന് പോകണം. എൻ്റെ യേശു എന്നിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. നമുക്കൊന്ന് പാടി അല്ലെങ്കിൽ അവനെ ഒന്ന് റിസീവ് ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ.